സംസ്ഥാനത്ത് മുഖ്യമന്ത്രി വിളിച്ച ഔദ്യോഗികതല യോഗം ലഹരി വിരുദ്ധ യോഗമാണ്. ലഹരിക്കെതിരായ കൂടുതൽ നടപടികൾ സ്വീകരിക്കാനുള്ള യോഗമാണ്. ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട യോഗം ലഹരി വിരുദ്ധ നടപടികൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഈ യോഗം വിളിച്ചിരിക്കുന്നത്. പോലീസ്, എക്സൈസ് തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകളുമായിട്ടാണ് ആദ്യഘട്ട ആശയവിനിമയം നടത്തുക. ലഹരി വസ്തുക്കൾ വരുന്ന വഴികൾ തടയുക, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിപുലമാക്കുക എന്നിവ ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, യോഗം എപ്പോൾ ആരംഭിക്കും? പ്രധാനമായും സംസ്ഥാനത്ത് ഓരോ ദിവസവും നിരവധി ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ യോഗം എത്ര കണ്ട് നിർണായകമാണ്? ശരിത്ത്, ലഹരി വ്യാപനം വലിയ തരത്തിൽ സമൂഹത്തിന് ആശങ്കയായി മാറുന്ന പശ്ചാത്തലത്തിലാണ് അടിയന്തര നടപടികളിലേക്ക് സർക്കാർ കടക്കുന്ന ഒരു സാഹചര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാവിലെ 11:30 നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രിയും എക്സൈസ് മന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്നത്. അവിടെ എക്സൈസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും സംസ്ഥാന പോലീസിലെ ക്രമസമാധാന ചുമതലയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പങ്കെടുക്കുമെന്നാണ് വിവരം. ഇതിനോടകം ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഇത് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വ്യാപനം ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം, അത് സംബന്ധിച്ച ഇതിനോടകമുള്ള പഠനത്തിലെ റിപ്പോർട്ടുകൾ, അതോടൊപ്പം ഇത് തടയുന്നതിനു വേണ്ടി വിവിധ തരത്തിലുള്ള ക്യാമ്പയിനുകളടക്കം നടപ്പിലാക്കിയിരുന്നു. അത് എത്ര കണ്ട് ഫലദായകമായി മാറി എന്നതടക്കമുള്ള വിശദമായ ചർച്ചകളൊക്കെ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം തുടർന്നങ്ങോട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ലഹരി വ്യാപനം അന്തർ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന തരത്തിലുള്ള ലഹരിയുടെ ഉറവിടങ്ങളുണ്ട്. അത് കണ്ടെത്തി അതിൽ കൃത്യമായ നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായ ഇടപെടലടക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ലഹരി വ്യാപനത്തിന്റെ വേരറക്കുക എന്ന കൃത്യമായ ഒരു ലക്ഷ്യത്തോടെ സമഗ്രമായ വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് രാവിലെ 11:30 നിയമസഭയിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ വെച്ച് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഇങ്ങനെയൊരു യോഗം നടക്കുന്നത്. ഡാൻ, പതിവ് യോഗങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട്. ലഹരി വിഷയങ്ങളൊക്കെ ഉയരുമ്പോൾ യോഗമുണ്ട്. പക്ഷേ ആ യോഗത്തെ അത്തരം നീക്കങ്ങൾക്കും അപ്പുറം പരമ്പരാഗതമായ ക്യാമ്പയിനുകൾ, ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, അതിനുമപ്പുറം ഈ സംസ്ഥാനത്തേക്ക് ലഹരി എത്തുന്ന വഴികൾ അടയ്ക്കാൻ എന്ത് നീക്കമാണ് ഉണ്ടാവുക? ഒരുപക്ഷെ അത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ പരിധിക്ക് അപ്പുറമുള്ള ചില ഇടപെടൽ കൂടി അതിൽ വേണ്ടി വന്നേക്കാം. അത്തരം സാധ്യതകളും ചർച്ചകളും ആലോചിക്കുന്നുണ്ടോ? പോലീസിന്റെ അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വരുമോ? സജിത്ത്, അതായത് ഈ സാധാരണയായി നേരത്തെ ട്രെയിനുകളിലും മറ്റുമായിരുന്നു രഹസ്യമായി ഇങ്ങനെ ലഹരി എത്തിച്ചിരുന്നത്. അങ്ങനെ ചില വിവരങ്ങൾ ലീക്കായി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വൻതോതിൽ കഞ്ചാവ് പിടിക്കുന്നതൊക്കെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഓൺലൈനായി കൂടി ഈ ലഹരി വസ്തുക്കൾ, മാരക ലഹരികൾ ഓൺലൈനായി കൂടി സുരക്ഷിതമായി ഒരാളുടെ കൈവശം എത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിന് തടയിടാൻ യഥാർത്ഥത്തിൽ നമ്മുടെ പോലീസിനോ സുരക്ഷാ സംവിധാനങ്ങൾക്കോ കഴിയാതെ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെയാണ് കൂടുതൽ സങ്കീർണമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ആധുനിക സാങ്കേതിക വിദ്യകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനകളിലേക്ക് കടക്കുക എന്നൊരു തീരുമാനം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് അതിർത്തികളിലെ പരിശോധന കൂടുതൽ വ്യാപകമാക്കുന്നതിനൊപ്പം ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ ലക്ഷണങ്ങൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശീലനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകും. അതായത് ഈ ലഹരിയുടെ വ്യാപനം അത് ഈ പൊതുസ്ഥലങ്ങളിലും മറ്റും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളായി വരെ മാറുന്ന ഒരു പശ്ചാത്തലം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അങ്ങനെയുള്ള പ്രത്യേക പരിശീലനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത്. അതോടൊപ്പം ഈ MDMAക്ക് പുറമെ സ്റ്റാമ്പ് രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുണ്ട്. ഏതാണ്ട് 8 മുതൽ 16 മണിക്കൂർ വരെ ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ ശരീരത്തിൽ അതിന്റെ എഫക്ട് നിൽക്കുമെന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഈ രക്തപരിശോധനയിലൂടെ മറ്റും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കണ്ടെത്തുക പ്രയാസമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ ലഹരിയുടെ ഉപയോഗം കണ്ടെത്താൻ കഴിയുന്ന കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളുടെ ഉപകരണങ്ങളടക്കം പോലീസ് പ്രയോജനപ്പെടുത്താനാണ് സാധ്യത. തിരുവനന്തപുരത്ത് അത്തരത്തിലുള്ള മാനവീയ രീതിയിലടക്കം അത്തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസിന്റെ പരിശോധന നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 63-ലേറെ കൊലപാതകങ്ങൾ 2 മാസത്തിനിടയിൽ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ 30-ലേറെ കേസുകളിൽ വില്ലനായി മാറിയത് ലഹരിയാണ് എന്ന പോലീസിന്റെ കണ്ടെത്തൽ തന്നെയാണ് നടപടികൾ ഊർജിതമാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും
അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായ ഇടപെടൽ സർക്കാർ തലത്തിൽ ഉണ്ടാകുകയും ചെയ്തത്. അതിന്റെ തുടർ നടപടിയെന്ന് വേണം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്ന ഉന്നതതല യോഗത്തെ കാണാൻ. അവിടെ എക്സൈസിനും പോലീസിനും കൂടുതൽ കാർക്കശ്യത്തോടെ അവരുടെ ഇടപെടൽ ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഇടപെടൽ നടത്തുന്നതിനുള്ള ഒരു അവസരമായി കൂടി ഇന്നത്തെ യോഗത്തിലെ വിശദമായ ചർച്ചകൾ മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണം. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാന സർക്കാർ ലഹരി വ്യാപനം തടയാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും, ഇത് സംബന്ധിച്ച് കോൺക്രീറ്റായി എന്ത് മുന്നോട്ട് വെക്കാൻ ഈ യോഗത്തിന് കഴിയുമെന്ന ചോദ്യമുണ്ട്. സാധാരണ ചേർന്ന യോഗത്തിനപ്പുറം ചില കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുമോ എന്ന ആകാംക്ഷ കൂടിയുണ്ട്. എന്തായാലും ഉച്ചയോടുകൂടി ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തത ഉണ്ടാവാം.